ഹലോ എല്ലാവർക്കും ARJ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ലാലേട്ടൻ പടത്തിൻ്റെ ഹൗസ്ഫുൾ ഷോ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് തന്നെ വിചാരിച്ചോ. അതിൻ്റെ ഇൻ്റർവെല്ലിൽ മമ്മൂക്കയുടെ ഒരു ടീസർ ഇട്ടാലുള്ള ആ ഒരു തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രാഗത്തിൽ ഞാൻ മണിച്ചിത്രത്താഴ് എന്ന സിനിമ കാണാൻ പോയ സമയത്ത് ബസൂക്കയുടെ ഒരു ടീസർ ഇൻ്റർവെൽ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് ആ ഒരു ടീസറിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് രണ്ടുമൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. എന്തായാലും അതിനു മുമ്പ് ഒരു ലാലേട്ടൻ പടത്തിൻ്റെ ഇൻ്റർവെല്ലിൽ മമ്മൂക്കയുടെ ഒരു ടീസർ ഇട്ടാൽ എത്തരത്തിലുള്ളൊരു ഓളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ അത്തരത്തിലുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ് വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് പറ്റുകയാണെങ്കിൽ ഒന്ന് ഒരു ഇയർഫോൺസ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വീഡിയോ ബാക്കി കേൾക്കാനായിട്ട് ശ്രമിക്കുക ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. റെഡി? ബെഞ്ചമിൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലും ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗ്യാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തുടരാൻ? നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സാർ. ഞങ്ങൾ സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടുപിടിക്കാം സാർ. ഓക്കെ, ഒന്നിൽ തുടങ്ങി നൂറിൽ അവസാനിക്കുന്ന ഗെയിം ബിറ്റ്വീൻ ഗുഡ് and bad. So then who are you? Who's the kid? Who's the kid? Who's the kid? Get ready for the game. It's tuxedo time. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്തതൊന്നും ബസൂക്ക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടീസർ യൂട്യൂബിൽ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് പ്രതീക്ഷ കൂടിയിരുന്നു ഈ ഒരു സിനിമയിൽ. പക്ഷേ ഈ ഒരു ടീസറിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അന്യായം വേറെ ലെവൽ കിടിലൻ സാധനമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ഒരു നല്ല തിയേറ്ററിൽ നിന്ന് കേട്ടപ്പോഴത്തേക്കും വേറെ ലെവൽ ഫീലിംഗ് ആയിരുന്നു. മമ്മൂക്കയുടെ എൻട്രിയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ ഒരു ടീസറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കിടിലൻ സാധനമായിരുന്നു, കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടെ അന്യായ ലെവൽ ഒരു തിയേറ്റർ റെസ്പോൺസും കൂടെ വന്നപ്പോഴത്തേക്കും വേറെ ലെവൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ബസൂക്കയുടെ ടീസർ തന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ഹോപ്പും ഇല്ലാതിരുന്ന ഒരു പടമായിരുന്നു ബസൂക്ക. പിന്നീട് ആ ഒരു ടീസർ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു പ്രതീക്ഷ തോന്നി. ടീസർ കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഹൈപ്പ് കൂടി. ഇപ്പം ഞാൻ ആ ഒരു ടീസർ തിയേറ്ററിലിരുന്ന് കണ്ടപ്പോഴത്തേക്കും അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു പടത്തിൽ അന്യായ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ കൂടി അതൊക്കെ മിന്നിച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ ഓപ്പണിംഗ് തന്നെ മമ്മൂക്കയുടെ ഈ ഒരു ബസൂക്ക എന്ന പടത്തിന് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടീസറിൻ്റെ തിയേറ്റർ റെസ്പോൺസ് നേരിട്ട് അനുഭവിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ ഒരു റെസ്പോൺസ് ലാലേട്ടന് ആ ഒരു ഇൻട്രോയിൽ കിട്ടിയ കയ്യടി അതേപോലെ മമ്മൂക്കയുടെ ആ ഒരു ടീസറിൽ മമ്മൂക്കയുടെ ഇൻട്രോയിലും കിട്ടി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം വഴക്കടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും രണ്ടുപേരുടെയും മികച്ച കഥാപാത്രങ്ങൾ ഒരേ ആരവത്തോടെ ഒരേ ആവേശത്തോടെ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. അത് ശരിക്കും രോമാഞ്ചമുള്ളൊരു കാര്യമായിരുന്നു. ലാലേട്ടൻ പടത്തിൻ്റെ ഇൻ്റർവെല്ലിൽ ലാലേട്ടന് കിട്ടിയ അതേ കയ്യടി മമ്മൂക്കയ്ക്ക് കിട്ടിയപ്പോഴത്തേക്കും ശരിക്കും രോമാഞ്ചമായിരുന്നു കേട്ടോ. അതൊരു വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.